അപ്പൊ നമ്മുടെ വിഷു ആയിട്ട് ചേച്ചിക്ക് ചേട്ടൻ നമ്മുടെ മഹാറാണി വെഡിങ് കളക്ഷൻസിൽ ഒരു അടിപൊളി ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആണോ? അതെ, പിന്നില്ലേ, നമ്മൾ വെറുതെ ഒന്നും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കില്ല, കഷ്ടപ്പെടുത്തേ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ. വിഷ്ണു എന്താണ് കരുതി വെച്ചേക്കുന്ന ഒരു ഐഡിയ ഇല്ല, അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? അതുണ്ട് കേട്ടോ. കാരണം മൂപ്പരായോണ്ട് എനിക്കൊരു ഇച്ചിരി ഇതുണ്ട്. നമ്മുടെ ഇവിടെ ഫ്ലോറിൽ സയന പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ചേച്ചിയെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവാം. നമുക്ക് ആ ചേച്ചിനെ കൂടെ ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കണം. യെസ്. സൈന ചേച്ചി അവിടെയാണോ? ലഹങ്ക സെറ്റിൽ അപ്പുറത്താ തോന്നുന്നത്. അയ്യോ, അങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് ഡ്രസ് മാറുന്നത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡ്രസ്സ് മാറുന്നത് ക്യാമറയുടെ മുന്നിൽ നിന്ന് എല്ലാരും കണ്ടു, എല്ലാരും കണ്ടോ? എന്റെ ഫേവറേറ്റ്, എനിക്ക് ഇന്നിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലഹങ്ക ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഭയങ്കര താരമൊക്കെ ആണല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ ആളറിയാതിരിക്കാനാണ് ഈ കണ്ണാടി വരെ വെച്ചേക്കുന്നത്. കാരണം ഇനി ഏത് ഭാഗത്ത് നിന്നാ തല്ല് വരുന്നത്. ഇല്ല, ആ എ.ആർ. റഹ്മാന്റെ ഷോ കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയപ്പോ ഫുൾ മീന ചേച്ചിയുടെ പേരാണ് എല്ലായിടത്തും. ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലെ കുട്ടിക്കാലം മുതലുള്ള ലാൽ സാർ ആണെങ്കിൽ അങ്ങനെ ലാലേട്ടനൊന്നും ഒരിക്കലും മുഖം കറുപ്പിക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ഒക്കെ ആയി കഴിഞ്ഞ് ഒരുങ്ങി സുന്ദരി കുട്ടിയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ തന്നെ അങ്ങ് സ്റ്റോറി ഇടണം. ഇതാണ് 4 പെട്ടിയൊക്കെ ആയിട്ടല്ലേ, 4 സുന്ദരി മഹാറാണിമാരാണ്. 4 പെട്ടി ഒരുപോലെ ഇരിപ്പുണ്ട്. അതെ, ഇതിനകത്ത് 3 പെട്ടി ചേച്ചിക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ. പണ്ടുണ്ടായിരുന്ന മണ്ണടക്കപ്പൽ റോഡ്. അയ്യോ, അതെനിക്കറിയണം. എനിക്ക് അക്കമിക്കം അക്കമ്പാറും തത്തമ്മ. ഞങ്ങളുടെ ജനറേഷൻ മണ്ണടക്കപ്പൽ റോഡിലെത്തി, റോഡിലെല്ലാം വെളിച്ചെത്തി. അതാണ് അതാക്കിക്കോ. മറ്റേ ഹാർട്ട് ബീറ്റ് കൊടുക്കാം അവിടെ. ഹലോ വിഷ്ണു, ഞാൻ ഇവിടെ തൊടുപുഴ മഹാറാണിയിലെത്തി. അയ്യോ, ഇത് പ്രതീക്ഷയില്ലല്ലോ കേട്ടോ, ഇത് ഭയങ്കര വലിയ ഷോറൂമാണേ. അല്ല, നല്ല തിരക്കുണ്ട്. അല്ല, എന്നെ എന്തിനാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്നേ? ആണോ? ഹലോ ചേച്ചി, എന്താ ഇവിടെ? അല്ല, ഞാൻ വിളിക്കാം വിഷ്ണു. ഓക്കെ, എന്താ ഇവിടെ? അല്ല, വിഷ്ണു എന്നോട് ഒന്ന് ഇവിടെ തൊടുപുഴ മഹാറാണിയിലേക്ക് വരാൻ പറഞ്ഞു. ശരിക്കും ഞാൻ പറയട്ടെ, ഞാൻ വിഷ്ണു ചേട്ടനായിട്ട് സംസാരിച്ചായിരുന്നേ. അപ്പൊ നമ്മുടെ വിഷു ആയിട്ട് ചേച്ചിക്ക് ചേട്ടൻ നമ്മുടെ മഹാറാണി വെഡിങ് കളക്ഷൻസിൽ ഒരു അടിപൊളി ഗിഫ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ആണോ? അതെ, പിന്നില്ലേ. സാരിയുടെ സെക്ഷൻ ഒരു സാരിയുടെ വൈഫിന് ഗിഫ്റ്റ് ചെയ്യാം. കളർ ഏതെങ്കിലും ചൂസ് ലൈറ്റ് കളർ. ലൈറ്റ് ഷെയ്ഡാട്ടോ. മുന്താണി വരുന്നത് കാഞ്ചീപുരം തന്നെ, ലൈറ്റ് വെയിറ്റാ, ലൈറ്റ് ഷെയ്ഡാ വരുന്നത്, ടിഷ്യൂ വരുന്നത്, ബ്ലൗസ് ഇത് വരും. ഇച്ചിരി ബ്രൈറ്റും ഉണ്ട്, അന്ന് ഫേസിന് കളർ കിട്ടുകയും ചെയ്യും. ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തരാം. പക്ഷെ നമ്മുടെ മൈൽസ്റ്റോണിന്റെ ഒരു പൊതുവെയുള്ള സ്വഭാവം അറിയാലോ, നമ്മൾ വെറുതെ ഒന്നും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കില്ല, കഷ്ടപ്പെടുത്തേ ഗിഫ്റ്റ് കൊടുക്കുള്ളൂ. അപ്പൊ നമുക്കിവിടെ കുറച്ചധികം ടാസ്കുകളൊക്കെ ഉണ്ട്. നമുക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ, ഗിഫ്റ്റ് മറ്റേ നിധി നമുക്ക് കണ്ടുപിടിക്കാം. തീർച്ചയായിട്ടും വിഷു ഗിഫ്റ്റ് ആണ്. പക്ഷെ അതിനൊക്കെ മുന്നേ ഞാൻ ഒഫീഷ്യലായിട്ട് എന്റെ ഇൻട്രോ ഒന്ന് പറഞ്ഞോട്ടെ? ഓക്കെ. So bonjour, you're watching Milestone Makers and this is Maharani Wedding Collections presents Fantastic Faustina. അപ്പൊ നമ്മുടെ കൂടെ ഇത് ജോയിൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്വന്തം മീര ചേച്ചിയാണ്. സോ ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയാനുണ്ടല്ലോ, ഇവിടെ ഫൗസ്റ്റീന, ഞാനൊരു കാര്യം പറയണോ, കാരണം തൊടുപുഴയിൽ ഇങ്ങനെ മഹാറാണിയിലെ വിഷ്ണു എത്തണം എന്ന് മാത്രമേ എന്നോട് പറഞ്ഞോളൂ, വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയില്ലേ? അതാണ് കാരണം നമ്മളിവിടെ വരുമ്പോൾ തന്നെ ആദ്യം വെൽക്കം ചെയ്യുന്നത് സമാന്ത ചിരിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു കിടിലൻ പോസ്റ്ററാണ്. 65,000 സ്ക്വയർ ഫീറ്റിൽ ഒരുങ്ങിയിരിക്കുന്ന തൊടുപുഴ മഹാറാണിയാണ്. ഞെട്ടിപ്പോയിട്ടോ. കുറേ കളക്ഷൻസ് ഉണ്ട് ചേച്ചി, കുറെ അധികം വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ കുറെ അടിപൊളി ലഹങ്കാസ് ഉണ്ട്. അപ്പൊ ചേച്ചിക്ക് പോയിട്ട് ഇഷ്ടമുള്ള ലഹങ്ക എടുക്കാം, ഇഷ്ടമുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചേട്ടന് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണം, നമ്മൾ സെൽഫി എടുത്ത് അയച്ചു കൊടുക്കണം. എന്നിട്ട് ചേട്ടനോട് ചോദിക്കണം, നമ്മുടെ കല്യാണത്തിന്റെ സമയത്തില്ലേ
അപ്പത്തെയും ഇപ്പത്തെയും ചേച്ചിയുടെ ലെഹങ്കയിലുള്ള ഡിഫറൻസ് എന്താന്ന് ചോദിക്കണം. ഓക്കെ, നമ്മുടെ ഇവിടെ ഫ്ലോറിൽ സയന പറഞ്ഞിട്ടൊരു ചേച്ചി ഉണ്ട്. അപ്പൊ നമുക്ക് ആ ചേച്ചിയെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവുക. നമുക്ക് ആ ചേച്ചിനെ കൂടെ ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, കണ്ടുപിടിക്കണം. യെസ്. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ തൊടുപുഴ മഹാറാണിയിലെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് എത്തി നിൽക്കുന്നത്. യെസ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഫൗസ്റ്റീനെ ഇതിലൊരാളെ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ഒരേ കളറാണ്. ഇടയിൽ കയറി നിന്നാൽ ആളെ പോലും തിരിച്ചറിയില്ല. സെയിം കളർ. ഓ, അത് കോയിൻസിഡന്റ് ആയി പോയിട്ടാ. ശരി, അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ ചേച്ചി, താങ്ക് യു. ഇന്ന് ഈ പറഞ്ഞ പോലെ വിഷ്ണു എന്താണ് കരുതി വെച്ചേക്കുന്ന ഒരു ഐഡിയ ഇല്ല. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഇല്ലേ? അതുണ്ട് കേട്ടോ. കാരണം മൂപ്പരായോണ്ട് എനിക്കൊരു ഇച്ചിരി ഇതുണ്ട്. ആദ്യം നമ്മള് സൈന എന്ന് പറയുന്ന ചേച്ചിനെ കണ്ടുപിടിക്കാം. ചേച്ചി എവിടെയാണോ? അല്ല, ചേച്ചി നമുക്ക് കുടിച്ചുകൊണ്ട് നടക്കാം ചേച്ചി. നമുക്ക് ഫുൾ എനർജി വേണ്ടേ? ഫൗസ്റ്റീന ഇവിടെ ക്രോക്സ് എല്ലാ ബ്രാൻഡും എല്ലാം ഉണ്ട്. എല്ലാ ബ്രാൻഡും ഉണ്ട്. അത് ഭയങ്കര അഫോർഡബിൾ റേറ്റ് ചേച്ചി. ഇവിടെ നമുക്ക് എവിടെയായിരിക്കും? ഓ, അല്ല ഇത് വന്ന സ്ഥിതിക്ക് ഒന്ന് നോക്കിയിട്ട് പോവാവേ. വാവ്, കൊറേ കളക്ഷൻസ് ഉണ്ട്. കൊള്ളാം അല്ലേ? ഒരു ചേച്ചിയുടെ കൊടുത്തേ, ഞാനൊന്ന് നോക്കട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി, കൊള്ളാട്ടോ. എനിക്ക് തോന്നുന്നു ഇതെല്ലാം ബ്രൈഡൽ ഒക്കെ ആണെന്ന് തോന്നുന്നല്ലേ. ഇതൊക്കെ കുറച്ച് ഹെവി ആയിട്ട് വരുന്നതാ. പക്ഷേ ചേച്ചി ഇവിടെ എല്ലാ ടൈപ്പും ഉണ്ട്. ഹെവി ആയിട്ടുള്ളത് മാത്രമല്ല, നമ്മുടെ ഡെയിലി വെയർ പറ്റിയിട്ടുള്ളതൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? ശരിക്കും ഉണ്ടല്ലോ ചേച്ചി. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മഹാറാണിയിൽ മാത്രം വന്നാൽ മതി. ഇവിടെ എല്ലാം ഉണ്ട്. അതും ഭയങ്കര അഫോർഡബിൾ റേറ്റിലല്ലേ? അല്ല, ജെന്റ്സിന്റെ ഉണ്ട്, കുട്ടികൾക്കുള്ളതുണ്ട്, സ്ത്രീകൾക്കുള്ളത്. ഫാമിലി പാക്ക് ആണ് മഹാറാണി. ബാഗ്സിന്റെ കളക്ഷൻ. എനിക്കും ബാഗ്സ് ഭയങ്കര ക്രേസാ. മസ്റ്റാർഡ് യെല്ലോ ഭയങ്കര അടിപൊളി. ഫാൻ ഓഫ് യെല്ലോ. ഇതുണ്ടല്ലോ, എല്ലാ കളർ ഷെയ്ഡ്സും ഉണ്ടല്ലോ ഇപ്പോ. അയ്യോ, ഭയങ്കര കളക്ഷൻ കേട്ടോ ഫൗസ്റ്റീന. അയ്യ, I will take one of my favorite leather ഫിനിഷിന്റെ. ഭയങ്കര ക്ലാസ് ലുക്ക് അത്. അടിപൊളി. യെസ്. പിന്നെ എനിക്ക് ആക്ച്വലി മസ്റ്റാർഡ് യെല്ലോ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇത് കുറച്ചുകൂടെ ക്ലാസ് ആൻഡ് ഒഫീഷ്യൽ ആണ്. ശരിയാ. അയ്യോ, സയന ചേച്ചിയുടെ അത് മറന്നു പോകുന്നു. ട്രാവൽ ബാഗ്സിന്റെ കളക്ഷൻ ആട്ടോ. എല്ലാം ഉണ്ടല്ലേ? ഫൈബർ ഉണ്ട്. ശരിക്കും ഇവിടെ ഒന്നും വാങ്ങാണ്ട് പോവാൻ പറ്റുന്നത് ഭയങ്കര പ്രശ്നമാണ്. എന്തല്ലേ ശരിക്കും പറഞ്ഞാലേ, നമ്മള് സൈന എന്ന് പറയുന്ന ചേച്ചീനെ അന്വേഷിക്കാതെ ഇതൊക്കെ നോക്കി അങ്ങ് നിന്നാലോ അത്രയും കിടിലൻ കളക്ഷൻസ്. ശരി. അത് മാത്രല്ല ചേച്ചി, നമുക്ക് കുറെ ഫ്രഷ് പുതിയ ഐറ്റംസ് ഉണ്ട്. ഭയങ്കര ഒരു ഫ്രഷ് ഫീലാ നമുക്ക്. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. വിശാലമായ ഷോറൂമാണ് ഈ തൊടുപുഴ മഹാറാണിയുടെ അല്ലേ ഫൗസ്റ്റീന? സത്യം. നമുക്ക് സൈന ചേച്ചിനെ കിട്ടിയില്ലെങ്കിലും വേറൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും ഭയങ്കര, എനിക്ക് തോന്നിയൊരു പ്ലസ് പോയിന്റ്, എപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സ്റ്റാഫുകൾ അല്ലേ? അതുമല്ല, ഇവർ ഈ ടാഗ് ലൈനിൽ പറയുന്ന പോലെ രാജകീയമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം തന്നെയാണ് കേട്ടോ ഇത്. പറയാതിരിക്കാൻ വയ്യ. സൈന ചേച്ചി അവിടെയാണോ? ലെഹങ്ക സെറ്റിൽ അപ്പുറത്താ തോന്നുന്നത്. അയ്യോ, നമ്മുടെ സൈന ചേച്ചി അന്വേഷിപ്പിൻ കണ്ടെത്തുന്നു പറഞ്ഞാൽ സൈനയിൽ ഞങ്ങൾ കണ്ടെത്തു. സൈന മനീഷാണ്. മനീഷാണ്. യെസ്. മനീഷയുടെ സുഖമായിട്ടിരിക്കുന്നോ? ചേച്ചിയാണ് ഞങ്ങൾ ഇന്ന് ദത്തെടുക്കാൻ പോകുന്നത് ഇപ്പോ. ചേച്ചി, നമുക്ക് ടാസ്ക് എനിക്ക് തന്നേക്കുന്നത് കുർത്ത ലെഹങ്ക. അയ്യോ, എനിക്ക് ഇതായി കേട്ടോ. ഇവിടുത്തെ എല്ലാം കൂടെ വന്നിട്ട് മൊത്തത്തില് സാധ്യമായിട്ടുള്ള കളക്ഷൻ. പറയാതിരിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് ഒരു നല്ലൊരു ലെഹങ്ക ചേച്ചി എനിക്ക് സെലക്ട് ചെയ്ത് തരണം. ഫസ്റ്റ് ഫ്ലോറിലാണ്. ഓക്കെ, ബാ. ലഹങ്ക. ഇതാണ് ചേച്ചി നമ്മുടെ ലഹങ്കയുടെ സാമ്രാജ്യം. അയ്യോ, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ലഹങ്കകളുടെ ഒരു സാമ്രാജ്യം എന്ന് പറയുന്നത്. വെറൈറ്റി കുറെ ഉണ്ട്. എന്റെ ഏറ്റവും രസം 4200 രൂപയാണ് ഈ ഒരു സെറ്റിന്. നമ്മൾ അല്ലാതെയൊക്കെ ഒരിടത്ത് പോകുമ്പോ ഇത് 20,000 25,000 എല്ലാം ഭയങ്കര അഫോർഡബിൾ റേറ്റിൽ കിട്ടും നമുക്ക്. ഇതേ നമ്മുടെ മസ്റ്റാർഡ് യെല്ലോ. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലെഹങ്ക നമ്മുടെ തൊടുപുഴ മഹാറാണിന്ന് സെലക്ട് ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചേച്ചി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. ഓക്കെ ചേച്ചി, നമ്മൾ അങ്ങനെ മഹാറാണിയുടെ ലെഹങ്ക സാമ്രാജ്യത്തിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറെ കളക്ഷൻസ് ഉണ്ട്. ഇനി ആള് ഹെൽപ്പ് ചെയ്യാൻ നമ്മളെ. ചേച്ചി പോവാണോ താഴത്തോട്ട്? ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടാ. എനിക്ക് തോന്നുന്നു ഇതെടുക്കാം ചേച്ചി. ഇത് ഗ്രീൻ ആണോ? ഓക്കെ, ഗ്രീൻ ആൻഡ് റെഡ്. ഓക്കെ, അതൊന്ന് എടുത്ത് നോക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം. ബെൽറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട് മേഡം. അതിന് ബെൽറ്റ് ഉണ്ടോ? ബെൽറ്റും കൂടി ആഡ് ചെയ്യും. റിയലി നൈസ് അല്ലേ? ബെൽറ്റ് ഉണ്ട്, വേസ്റ്റ് ബെൽറ്റ് ആണ്. ഇത് നമ്മുടെ ടോപ്പിന്റെ പോർഷൻ വരുന്നതല്ലേ ചേച്ചി? ഇനി കണ്ണാടി ഊരി വെച്ചാലേ കളർ. ഇത് ഫ്രണ്ട് പോർഷൻ വരും കേട്ടോ. ഓക്കെ, ഇതല്ലേ ഇത് ഷോള്. ചേച്ചി ലാവൻഡർ ട്രൈ ചെയ്തോക്കെ.
ലാവൻഡർ പക്ഷേ എടാ എന്നാന്നറിയോ, നല്ലതാണ്, നല്ല പീസാണ്. ഇത് ചേച്ചിക്ക് നന്നായിട്ട് ചേരുമായിരിക്കും, വിഷ്ണു ചേട്ടൻ ഇഷ്ടാവുമായിരിക്കും. വിഷ്ണുവിന് ഇല്ലടാ ലാവൻഡർ, വിഷ്ണുവിന് അത്ര ഇഷ്ടമല്ല. പക്ഷെ ഇത് നന്നായിട്ട് ചേരുമല്ലോ, ട്രൈ ചെയ്ത് നോക്ക്. നല്ല നല്ല കളർ ഇസ് ഗുഡ് ആൻഡ് ഇത് വിഷ്ണു ചേട്ടൻ എന്തായാലും ഇഷ്ടപ്പെടും എന്റെ ഒരു അഭിപ്രായത്തിൽ. ഷെയ്ഡ് ആയിരുന്നു നല്ലതായിരിക്കും. നോക്കട്ടെ. ഗുഡ്. പക്ഷെ വിഷ്ണുവിന് ഈ ചോയ്സ് അല്ല, വിഷ്ണുവിന് നല്ല ലെഹങ്കയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടമായി സംഭവം. ഇത് വിഷ്ണു ചേട്ടൻ ഇഷ്ടപ്പെടുന്നേ. ചേച്ചി എനിക്ക് ആ ഇതും കൂടെ ഒന്ന് വെച്ച് തരാവോ? ഇറ്റ്സ് എ സ്കേർട്ട് ഓൾസോ. ഫസ്റ്റിന എന്തോ ഹെൽപ്പ് ഓൺ. പിടിക്കും ക്ലിപ്പ് ക്ലിപ്പ്. നമ്മള് പബ്ലിക്കായിട്ട് ക്യാമറയുടെ മുന്നിൽ നിന്ന് ഡ്രസ്സ് മാറുന്നത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഡ്രസ്സ് മാറുന്നതും ക്യാമറയുടെ മുന്നിൽ നിന്ന് ഞാൻ ചെയ്യും. അതാണ്. നോക്കട്ടെ, ഇത് ആക്ച്വലി വിഷ്ണു ചേട്ടന് ഇഷ്ടപ്പെടും, ഞാനല്ല പറയണേ. ഇല്ലടാ വിഷ്ണുവിന് നല്ല ലെഹങ്കയാണ് കേട്ടോ. പക്ഷെ ലഹങ്ക നല്ല ചേട്ടൻ്റെ ഒരു ഇത് വെച്ച് ചേട്ടന് ഇഷ്ടപ്പെടും. വിഷ്ണുവിനെ ഇത് ഇഷ്ടപ്പെടുന്നു ഫൗസ്റ്റിനൊക്കെ അറിയാൻ പറ്റും. വിഷ്ണു ചേട്ടന് മാത്രല്ല, പൊതുവെ ആമ്പിള്ളേർക്കൊക്കെ ഈ കളർ ഇഷ്ടപ്പെടും. അതല്ല ഞാൻ ആ കളർ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് ഇതാണോ ഇഷ്ടം? അതെ 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 അതെ. ഞാൻ കാര്യം പറയാ, വിഷ്ണു ചേട്ടന് ശരിക്കും ഇഷ്ടപ്പെടും. അയ്യോ എനിക്ക് ഇഷ്ടായി, നല്ലല്ലേ. പക്ഷെ ഒരെണ്ണം കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് ചേച്ചി. നെക്സ്റ്റ് ഒരെണ്ണം കൂടി ഒന്ന് നോക്കാം. അപ്പൊ ഡ്രസ്സ് മാറ്റാൻ പോവാണ്. എല്ലാരും കണ്ടോ? എല്ലാരും കണ്ടോ? എല്ലാരും കണ്ടാലും കാര്യമില്ല, അത് നല്ല അടിപൊളി വേറെ ഡ്രസ് ഉണ്ട്. ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാം അല്ലേ? പക്ഷെ എന്നാലും ലാവൻഡർ ആയിരുന്നു കുറച്ചും കൂടെ. ലാവൻഡർ നല്ലതാണെടാ, പക്ഷെ ചക്രേ വിഷ്ണുവിന് വാവ്. ഓ മൈ ഗോഡ്, ഇത് കൊള്ളാട്ടാ. വെരി ഹെവി കേട്ടോ. 1 ഇഞ്ച് സ്ഥലമില്ല വർക്കില്ലാത്ത. ഇതും കൊള്ളാം അല്ലേ? ആ കൊള്ളാം. ബ്ലൗസ് ഇസ് ഓൾസോ നൈസ്. നൈസ് നൈസ്. എന്നാലും എനിക്ക് ലാവൻഡർ കുഴപ്പമില്ല അല്ലേ? ഫൗസ്റ്റിന ഞാൻ ഇത് ചെയ്യാന്ന് വിചാരിക്കാം, ഫൈനൽ റെഡിമെയ്ഡ് ബ്ലൗസ് കുറച്ചും കൂടെ അല്ലേ? ലാവൻഡർ പക്ഷെ കുറച്ചുകൂടെ അല്ല, വിഷ്ണുവിന് ഇതേ ഇഷ്ടപ്പെടത്തുള്ളൂ, എനിക്കറിയാം. മൈ കെട്ടിയോൻ 3 years of marriage. എനിക്ക് കാരണം കൈ ഒരു ഇച്ചിരി ഇതുണ്ട് ചേച്ചി, ഇത്തിരി ടൈറ്റ് ആണ്. ഷേപ്പ് ചെയ്ത് തരത്തില്ലേ ചെപ്പോൾ? ഇവിടെ തന്നെ തരത്തില്ലേ? ഉണ്ടല്ലോ. അപ്പൊ ആ കാര്യം ഫിക്സ് ആയില്ലേ? ഇത് തന്നെ ഓക്കെ, യാ കുഴപ്പമില്ല. അപ്പൊ എനിക്ക് അങ്ങനെയാണെങ്കിൽ ഇത് കൈ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യണം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ പെട്ടെന്ന് ചേച്ചി ചെയ്തു തരാന്നാ പറയുന്നേ. വീൽ വെയിറ്റ്. ശരിക്കും ഇതെല്ലാം കളറെല്ലാം നന്നായിട്ടുണ്ടല്ലേ? എനിക്ക് ആ പൗഡർ ബ്ലൂ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ലാവൻഡർ അടിപൊളി. പെട്ടെന്ന് കഴിഞ്ഞു അല്ലേ? ഓ ട്രൈ ചെയ്യാം. അതാണ് എന്തൊക്കെ സൗകര്യം അല്ലേ, നമ്മൾ സെലക്ട് ചെയ്ത് അപ്പൊ തന്നെ ഓൾട്ടർ ചെയ്ത് കിട്ടും. അപ്പൊ മേക്കപ്പ് റൂമിൽ ഒരുങ്ങി, അതെ മേക്കപ്പ് സ്റ്റുഡിയോയിൽ പോയിട്ട് നമുക്ക് റെഡി ആയിട്ട് കാണാം. കം ഓൺ, വരൂ. ഇവിടെ ഒരു എക്സ്ക്ലൂസീവ് മേക്കപ്പ് റൂം കൂടിയുണ്ട്. നമുക്ക് ഇങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ജുവലറി ഉണ്ട്. അപ്പോൾ അതിന് ചേരുന്ന ജുവൽ പീസ് നമുക്ക് വെച്ച് നോക്കി ശരിക്കും നമ്മുടെ വിവാഹ ദിവസം എങ്ങനെ ആയിരിക്കും നമ്മളെന്നുള്ളത് ഒരു ട്രയൽ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാൻ പറ്റും. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, ചേച്ചി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ. വാവ് ചേച്ചി ശരിക്കും ഉണ്ടല്ലോ, നമ്മുടെ ഈ എറണാകുളത്തുള്ള എല്ലാ ഒരു ഷോറൂമുകൾക്കും ഷോറൂമുകളൊക്കെ തോപ്പിക്കുന്ന രീതിയിലല്ലേ ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാര്യം കുറച്ച് ട്രാവൽ ചെയ്താൽ എന്താ, യാത്ര ചെയ്താൽ എന്താന്ന് നമ്മൾ ആഗ്രഹിച്ച പോലൊരു വെഡിങ് പർച്ചേസ് നമുക്ക് ഇവിടെ നടക്കും. ട്രാവലിംഗ് എല്ലാം വർത്ത് ഇറ്റ് ആവും അറ്റ് എൻഡ് ഓഫ് ദ ഡേ. ഇയറിംഗ് ഉണ്ടല്ലേ ഇനി ഇത് ഇവിടുത്തെ തന്നെ ജുവൽ പീസ് ആണ് കേട്ടോ. റിയലി ഗോയിങ് അല്ലേ? ഭയങ്കര സിംഗായി പോകുന്നുണ്ടല്ലേ? കാരണം ഞാൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവാന്നുള്ളതിന്റെ നമുക്കൊന്ന് വാക്ക് ചെയ്ത് നോക്കാം. ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. കാരണം ഇതൊക്കെ നോക്കി നോക്കി നമുക്ക് വാങ്ങിച്ചാൽ മതിയാവുമല്ലോ. ആ ലാസ്റ്റ് മിനിറ്റ് സംഭവം ടെൻഷൻ ഒന്നും വേണ്ട, നമ്മളെല്ലാം മുമ്പ് ട്രയൽ ഉണ്ടല്ലോ. ചെരുപ്പ് വരെ ഇവിടെ ഉണ്ടപ്പാ. നമുക്ക് ഈ ഡ്രസ്സിന് ചേരുന്ന ചപ്പൽ എന്താണോ അതും കൂടെ നോക്കി നമുക്ക് എടുത്താൽ മതി. കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട അവിടെ പോയി കഴിഞ്ഞാ. പിന്നെ സെറ്റ് ചെയ്ത് തരും, അവരെന്നെ ഓർഡർ ചെയ്ത് തരും. അത് അടിപൊളി പരിപാടിയാണല്ലേ. ശരിക്കും കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാ മതി, ഫുൾ പാക്കേജ് ആണ്. ചെരുപ്പുണ്ട്, ഡ്രസ്, മേക്കപ്പ് ആർട്ടിസ്റ്റ്. അതെ വിത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ്. വേറെ എവിടെ കിട്ടും? അടിപൊളി. പുറത്തൊന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ ബാ. ഹംബോ എന്റെ ഫേവറേറ്റ്, എനിക്ക് ഇന്നിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ലഹങ്ക ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ശരിക്കും കേട്ടോ, നല്ല ഭംഗിയുണ്ട്. ഇട്ട് വന്നപ്പോ അല്ലേ? ബ്ലൗസ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ചേച്ചി ഓൾട്ടർ ചെയ്ത് എനിക്ക് തന്നു. അതും പെട്ടെന്ന് കിട്ടി നമുക്ക്. ഇതെല്ലാം ചടപടേന്നായിരുന്നു. ഇവിടെ തന്നെ തൊടുപുഴ മഹാറാണിയുടെ ജ്വല്ലറി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ടാസ്ക് പറഞ്ഞതുപോലെ ഞാൻ വിഷ്ണുവിന്
ഫോട്ടോ അയച്ചു കൊടുക്കാൻ പോവാ. പിക്ക് എടുത്ത് അയച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് ചോദിക്കണം കേട്ടോ നമ്മുടെ അന്നത്തെയും ഇപ്പത്തെയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാ ചോദിക്കണേ. ഫോട്ടോ എടുക്കാൻ പോവാണ്. ഓക്കെ, അടിപൊളി. മിററിൽ എടുക്കണോ? ഫുൾ എടുക്കണോ? വേണ്ടപ്പാ, വേണ്ട. ഞാൻ സെൽഫി പിക്ക് എടുത്തു. അയച്ചു കൊടുത്തോ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാര്യം എനിക്ക് എന്റെ വർക്ക് നമുക്ക് ടോട്ടൽ കണ്ടാൽ അറിയാൻ പറ്റും. അപ്പൊ ഫോട്ടോ അയച്ചു കൊടുത്തു നമ്മൾ. അങ്ങനെ ഫോട്ടോ അയച്ചു കൊടുത്തു. അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഭയങ്കര താരമൊക്കെ ആണല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞ ആളറിയാതിരിക്കാനാണ് ഈ കണ്ണാടി വരെ വെച്ചേക്കുന്നത്. കാരണം ഇനി ഏത് ഭാഗത്ത് നിന്നാ തല്ല് വരുന്നത് ഇല്ല. ആ എ.ആർ. റഹ്മാന്റെ ഷോ കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കിയപ്പോ ഫുൾ മീന ചേച്ചിയുടെ പേരാണ് എല്ലായിടത്തും. എനിക്ക് എല്ലാ ദിവസവും മിനിമം ഒരു 4 ട്രോള് വീതം അയച്ചു തരും എല്ലാവരും. പക്ഷെ രസമല്ലേ ഇതൊക്കെ കാണുമ്പോ? ശരിക്കും ഉണ്ടല്ലോ ചേച്ചി, ഈ ട്രോൾസ് ഒക്കെ ചേച്ചി എൻജോയ് ചെയ്യാറുണ്ടാ? എൻജോയ് ചെയ്യാറുണ്ടോ ചോദിച്ചാ അങ്ങനെയല്ല. എന്താ അത് പറയാ, പിന്നെ നമ്മള് ആകെ നനഞ്ഞ കുളിരില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇതില്. ഇനിയിപ്പോ ഒന്നും നോക്കാനില്ല നമുക്ക്. കാരണം ഏത് ഭാഗത്തുനിന്നാ. കാരണം അതിന് മുമ്പാണെങ്കിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഞങ്ങള് മല്ലികാന്റിയുടെ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ഞാൻ ഓർക്കണ ഞാനും കണ്ടായിരുന്നു തന്നെ. പിന്നെ മല്ലികാന്റി പല നമ്മൾ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിച്ചു. മല്ലികാന്റി ഈവൻ സുപ്രിയ ഇസ് കൈൻഡ് ഓഫ് സമൺ ഹു ഇസ് ലൈക്ക് നമ്മളൊക്കെ ഭയങ്കരമായിട്ടും നോക്കി കാണുന്ന ഒരാൾ കൂടിയാണ്. അപ്പം സുപ്രിയ സമൺ ഇസ് ടു ക്ലോസ് ലൈക്ക്. അപ്പോ ശരിക്കും അവരൊക്കെ ദേഷ്യപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ആക്ച്വലി ദേഷ്യപ്പെട്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ റഹ്മാൻ സാറിന്റെ ഷോ കഴിഞ്ഞിട്ടാണെങ്കിലും ലാലേട്ടൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലെ കുട്ടിക്കാലം പോലുള്ള അപ്പം ലാൽ സാർ ആണെങ്കിൽ അങ്ങനെ ലാലേട്ടനൊന്നും ഒരിക്കലും മുഖം കറുപ്പിക്കുക അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. ഓഡിയൻസ് എടുക്കുന്ന രീതി ഡിഫറെന്റ്, അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഫൗസ്റ്റീന എനിക്കങ്ങനെ ഒരു പ്രശ്നമില്ല കേട്ടോ. പ്രശ്നമില്ല, വേറൊന്നുമല്ല. ഈ പറഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം എന്നില്ല. ഇഷ്ടപ്പെടാത്തവരുണ്ട്. തീർച്ചയായിട്ടും അവരുടെ മനസ്സ് നമ്മൾ അംഗീകരിക്കുന്നു. പിന്നെ തല്ലുകൊള്ളാതിരിക്കാൻ വേണ്ടി കണ്ണാടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ കുറെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. നമ്മ ചേച്ചി പോയിട്ട് അവരുടെ അടുത്ത് നമ്മുടെ എറണാകുളം പോലത്തെ ഒരു സിറ്റി എന്നുള്ള ഷോപ്പുകളൊക്കെ മാറ്റി നിർത്തി അവർ തൊടുപുഴ മഹാറാണിയിൽ വന്നേക്കുന്നതിന്റെ റീസൺ ചോദിക്കണം. റീസൺ നമുക്ക് അറിയാം, നമ്മളിപ്പോ വന്നപ്പോ നമ്മൾ കണ്ടു എന്താണ് റീസൺ എന്നൊക്കെ ഉള്ളത്. എന്നാൽ പോലും നമ്മൾ കസ്റ്റമേഴ്സിനോട് തന്നെ ചോദിക്കാം. അതാണ് അടുത്ത ടാസ്ക്. ഇവിടെ കുറെ പേരുണ്ട്, ചേച്ചിക്ക് ആരോട് വേണേ ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലിരിക്കണം അവരുടെ അടുത്ത് നമുക്ക് ആദ്യം ചോദിക്കാം. ഹായ്, ഹലോ. വെഡിങ് പർച്ചേസ് ആണോ? കുഴപ്പമില്ല, ഞാൻ പിടിച്ചു തന്നോളാടാ, പറഞ്ഞോ. ഭാവിയിലേക്ക് ഭാര്യയും ഭർത്താവും ആവാൻ പോകുന്ന രണ്ടുപേർക്കും ഹാപ്പി മാരിഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. അയ്യോ, എനിക്ക് തോന്നുന്നു എല്ലാരെയും ഒന്ന് കാണിക്കാം കേട്ടോ. രണ്ടുപേരെയും മെയ്ഡ് ഫോർ ഈച്ച് അതർ കപ്പിൾ. അതെ, കല്യാണം കഴിക്കാൻ പോകാമോ? ബാ, നമുക്ക് ഇവിടെ നിൽക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ബാ. അപ്പോ എന്താണ് കല്യാണം? കല്യാണം ഏപ്രിൽ 8-ാം തീയതിയാണ്. ഏപ്രിൽ 8-ാം തീയതിയാണ്. സോ എവിടെയാണ് നിങ്ങളുടെ പ്രോപ്പർ സ്ഥലം? ഞങ്ങള് പിറവം മൂവാറ്റുപുഴ ആണല്ലേ, പിറവം മൂവാറ്റുപുഴ. സോ ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പൊ ഇത്രയും നേരം വന്നു പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്തുകൊണ്ടാണ് വൈ തൊടുപുഴ മഹാറാണി ഒപ്റ്റ് ചെയ്തു? കാരണം എന്റെ ലൈക്ക് ഫസ്റ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നാണ് നമ്മൾ അറിഞ്ഞത്. സോ വോണ്ടഡ് ടു ചെക്ക്. ഞങ്ങൾ 2 days ബാക്ക് ഇവിടെ വന്നായിരുന്നു. സോ ഓൾമോസ്റ്റ് ഇവര് ഷോപ്പ് അടയ്ക്കുന്നവരെ നമ്മൾ ഫുൾ പർച്ചേസ് ചെയ്തു. കളക്ഷൻസ് ഉണ്ട്, പിന്നെ എല്ലാം വെറൈറ്റി പീസസ് ഉണ്ട്. സോ അതേപോലെ തന്നെ നല്ല ന്യൂ പീസസ് ആണ്. സോ ക്വാളിറ്റിയിൽ ഒട്ടും കുറയ്ക്കാത്ത രീതിയിൽ കംഫോർട്ടും ഉണ്ട്. സോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ എല്ലാ ഫുൾ ടീമും സപ്പോർട്ടീവ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് മഹാറാണി വെഡിങ് കളക്ഷൻസിന്റെ സാരി കളക്ഷൻസിന്റെ ഫ്രണ്ടിലാട്ടാ. അപ്പൊ എന്റെ അടുത്താണെങ്കിൽ വിഷ്ണു ചേട്ടൻ പറയുകയും ചെയ്തു ചേച്ചിന്റെ പഴയ ഒരു കല്യാണപ്പെണ്ണ് മോഡലൊക്കെ കാണണോന്ന്. അയ്യോ, 55 kg ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 75 kg. അപ്പൊ ഡിഫറൻസ് നമുക്ക് സെറ്റ് ആക്കാലോ. അപ്പൊ നമുക്ക് സാരി ചേച്ചിക്ക് സെലക്ട് ചെയ്യാട്ടാ, ബാക്കിയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് തരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടാസ്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി ഒക്കെ ആയി കഴിഞ്ഞ് ഒരുങ്ങി സുന്ദരി കുട്ടിയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ തന്നെ അങ്ങ് സ്റ്റോറി ഇടണം. തീർച്ചയായിട്ടും. അപ്പൊ കല്യാണ പെണ്ണാവാൻ പോവാണ്, നമ്മള് സ്റ്റോറി എന്റെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യും. അത് തന്നെ. അപ്പൊ സെലക്ഷനിലേക്ക് കടക്കാം. ചേച്ചി ഇതൊന്നും നന്നായിട്ട് തരാമോ? പീകോക്ക് അല്ലേ? ശരിക്കും എൽപിയുടെ ഉള്ളിൽ വരുന്ന കളർ തന്നെ. കളർ നമുക്ക് കണ്ടുവിടെ അറിയാം. ബ്ലൗസും ബ്രൊക്കേഡാ വരുന്നത്. അയ്യോടാ, അത് നല്ല രസമുണ്ട്. നമ്മൾ ഏത് ചൂസ് ചെയ്യും? ഇതൊരു 1 side ബോർഡർ, ഡൗണിൽ വരുമ്പോ ബാവൻചി ബോർഡർ. നല്ല കളർ ഇതിന്റെ ഭംഗി അറിയത്തുള്ളൂ കേട്ടോ. നല്ല കളർ ഡബിൾ ഷെയ്ഡ്. എല്ലാവർക്കും ചേരും. പിന്നെ ചേച്ചി ഇതൊന്നും എടുക്കോ? അത് തന്നെ. അമ്മേ വികാരം വികാരം പുളകിതേ. എനിക്ക് തോന്നുന്നു വിഷ്ണുവിന് ഇഷ്ടപ്പെട്ടതല്ലേ എടുക്കാൻ പറഞ്ഞു. അപ്പൊ
എന്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടത് ഓക്കെ ഓക്കെ എന്റെ കല്യാണത്തിന് ഞാൻ ഉടുത്തത് ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ഷെയ്ഡ് ആയിരുന്നു. ആയിരുന്നല്ലേ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഐ വിൽ ഗോ ഫോർ ദിസ്. ഫൈനലി നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെ ഈ കൺഫ്യൂഷൻസ് ഒക്കെ മാറ്റി, കാരണം കിഡിലൻ സെലക്ഷൻ ആണ് കേട്ടോ, ബ്രൈഡൽ പ്രീമിയം കളക്ഷൻ. പറയാതിരിക്കാൻ വയ്യ. അത് 3000 ഇത് ചൂസ് ചെയ്യണമെന്ന് മനസ്സിലാവണം. ഞങ്ങൾ രണ്ടുപേരും ഇതായി പോയി. നമുക്ക് ഈ ഷൂട്ട് ഇല്ലാതെ ഒരു ദിവസം വേറെ വരാം. Done. ഓക്കെ, അപ്പൊ രാവിലെ വരേണ്ടി വരും. തുറക്കുന്നതിന് മുമ്പ് വന്നിരിക്കാം. അതൊക്കെ അത്ര ഉണ്ടാവുള്ളൂ. ഞാൻ ബ്രൈഡ് ആവാൻ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ കളർ. ഓക്കെ, ഈ സാരി റെഡി കളറാണ്. ഒരുങ്ങിയിട്ട് നമുക്ക് വരാം. ഡൺ. നന്നായിട്ടുണ്ട് ചേച്ചി. ഇതിന്റെ സാരി ഡ്രേപ്പിംഗ് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ആണ്, ചേച്ചിയാണ് എനിക്ക് ഉടുപ്പിച്ചത്. നല്ല രസമുണ്ട്. ജ്വല്ലറിയും ഭയങ്കര ജ്വല്ലറി ഇവിടെ റെന്റിലും ഉണ്ട്, അല്ലാതെ നമുക്ക് റെന്റിലും ഉണ്ട്. റെന്റിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നോക്കണമെങ്കിൽ ഇട്ടൊന്ന് നോക്കണം, ജസ്റ്റ് ഒന്ന് ട്രയൽ ചെയ്യണമെങ്കിലൊക്കെ ദേ ഗോട്ട് ദിസ് ഫുൾ പീസ്. ഇവിടുത്തെ ഫുൾ ജ്വല്ലറി, എന്റെ കമ്മലെല്ലാം, മാല, വള, എവറിത്തിങ് ഇവിടുത്തെ. അപ്പൊ നമ്മുടെ ടാസ്ക് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് സ്റ്റോറി കൂടെ അപ്ലോഡ് ചെയ്യണം. എന്നാലാണ് നമ്മുടെ ഈ ടാസ്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പൊ നമുക്ക് പുറത്ത് പോയിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇടാം. ഓക്കെ, ബാ. അപ്പൊ നമ്മള് ഫോട്ടോ എടുത്ത് സ്റ്റോറി ഇട്ടാൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്റെ ഗിഫ്റ്റ് തരും എന്നാണ് പറയുന്നത് ഫൗസീന. Just like സോ നമുക്ക് ഇവിടെ നിന്നിട്ട് we have to click a picture. അത് എന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അപ്ലോഡ് ചെയ്യാം. That's it. Okay, let me open my Instagram first. ഫോട്ടോ എടുത്തു. സോ നെക്സ്റ്റ് നമുക്ക് സ്റ്റോറി അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്യാൻ പോവാണ്. യെസ്. മഹാറാണി വെഡിങ് കളക്ഷൻസ് മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലേ? മെൻഷൻ ചെയ്തു. and I am uploaded the story. ഡൺ. Okay, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. successfully. ചേച്ചി, നമ്മുടെ നിധി കണ്ടുപിടിക്കുന്നതിനൊക്കെ മുൻപ് ഞാൻ ഒരാളെ കൂടെ പരിചയപ്പെടുത്തി തരാം. Okay. നമ്മുടെ അറ്റ്ലസ് മഹാറാണി ഗ്രൂപ്പിന്റെ CEO ആൻഡ് മാനേജിംഗ് ഡയറക്ടർ നമ്മുടെ സ്വന്തം റിയാസ് സാറിനെ കൂടെ ഞാൻ വെൽക്കം ചെയ്യട്ടെ. ഓക്കെ, ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ല, കാരണം സമാന്തം എന്ന ആ ഫംഗ്ഷനിൽ നിറഞ്ഞു നിന്നത് മൊത്തം റിയാസ് സാറൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു തൊടുപുഴയിൽ രാജകീയമായിട്ടുള്ള ഒരു ഷോപ്പിംഗ് അനുഭവം തന്നെയാണ് കേട്ടോ സർ, പറയാതിരിക്കാൻ വയ്യ. കൊറേ കളക്ഷൻസ് ഉണ്ട്, അത് എല്ലാ റേഞ്ചിലും ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ. അത് ഈ 65,000 സ്ക്വയർ ഫീറ്റിലൊക്കെ ചെയ്തെടുക്കാന്ന് പറയുന്ന 3 ഫ്ലോറിലായിട്ട്. ഓ മൈ ഗോഡ്, സാർ തൊടുപുഴക്കാരനാണല്ലേ? ഇതിന്റെ എല്ലാം നെടും തൂണാണ് ഈ നിക്കണത്. അല്ല, അതിനൊരു ഭയങ്കര കയ്യടി തുടങ്ങണം, കാരണം ഇത്രയും വലിയൊരു ഔട്ട്ലെറ്റ് വരുമ്പോൾ അത് കൊച്ചിയിലോ വേറെ എവിടെ വേണോ സാറിന് സ്ഥാപിക്കാം. തൊടുപുഴ ചൂസ് ചെയ്ത് നാട്ടിൽ അത് ഇത്രയും പേർക്ക് ജോലിയൊക്കെ നൽകി ഇത്രയും വലിയ ഇത് തുടങ്ങിയനോ കണ്ടതിൽ ഞങ്ങളുടെ ഒരു വലിയ സന്തോഷം. പക്ഷെ ഞാൻ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാനേജിംഗ് ഡയറക്ടർ ആദ്യമായിട്ടോ കാണുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഇത്രയും ചെറുപ്പമായിട്ടുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറ് തന്നെയാണ് ഇത് ഫൗണ്ടർ ചെയ്തത്, അതായത് സാർ തന്നെയാണ് ഇത് കണ്ടെത്തി എല്ലാം ചെയ്ത സാറാണ്. അതിനും പിന്നെ ബ്രൈഡൽ കളക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. ഞാനിപ്പോ ഉടുത്ത് നിൽക്കുന്ന ഇവിടെ ജ്വല്ലറി പോലും ഫുൾ റെന്റൽ അല്ലാതെ നമുക്ക് വാങ്ങിക്കാം. റെന്റലും ഉണ്ട്, ഫുൾ ബ്ലൗസ് സെയിൽസ് ഉണ്ട്. ഞങ്ങൾ ബ്ലൗസ് സഹിതം ഇന്ന് എനിക്ക് ചേച്ചിമാരാണ് സെലക്ട് ചെയ്ത് ഡ്രേപ്പ് ചെയ്തൊക്കെ തന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ജ്വൽ പീസ് ആണെങ്കിലും എക്ദം എനിക്കൊരു നമ്മുടെ ഒരു വിവാഹ ദിവസത്തിലേക്കൊക്കെ നമ്മൾ അറിയാം അതെങ്ങ് പോയി, നൊസ്റ്റാൾജിക് മെമ്മറീസിലോട്ട് പോയി. ഒരു മസ്റ്റ് സ്റ്റോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ്, അതും ക്ലാസിക് പ്രീമിയം ബ്രൈഡൽ വിത്തിൻ ദ ബഡ്ജറ്റ് അല്ലേ സർ? ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. ശരിയായ വില അതിനൊത്ത മൂല്യം എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് തന്നെ. അടിപൊളി. പ്രീമിയം പ്രൊഡക്റ്റ് അഫോർഡബിൾ പ്രൈസിന് കൊടുക്കുക, ആളുകൾ പർച്ചേസ് ചെയ്യുക, എല്ലാവരും സന്തോഷമായിട്ട് പോവുക, വീണ്ടും വീണ്ടും ആളുകളെ ഞങ്ങളിലേക്ക് പറഞ്ഞയക്കുക. തീർച്ചയായിട്ടും ഇവിടെ ഒരു പ്രാവശ്യം വന്നാ ഫോർ ഷുവർ പിന്നെയും വരും എന്തായാലും. കേരളത്തിന്റെ ഇന്ന് തന്നെ ഞങ്ങൾ പല കസ്റ്റമേഴ്സിനെയും കണ്ടപ്പോൾ ഭയങ്കര കാസർഗോഡ് നിന്നും അങ്ങനെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുള്ളവർ ഇവിടെ വരുന്നുണ്ട്. ഒരുപാട് സന്തോഷം. ഇനിയും നിങ്ങളും എല്ലാവരോടും പറയുക, മീറ്റ് ചെയ്യാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം ശരിക്കും പറയുകയാണെങ്കിൽ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നമ്മൾ ഇനിയെങ്കിലും നിധി തരും എന്ന് പറഞ്ഞേക്കാണ്. ഞാൻ നിധി തരുന്നതിനൊക്കെ മുന്നേ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ട് നമുക്ക് നിധി കണ്ടുപിടിക്കാൻ പോവാം. എന്നിട്ട് ഓടാനുണ്ട്. അതെ, എന്നിട്ട് ഓടാനുണ്ട്. പെട്ടെന്ന് പോയി മാറിയിട്ട് വരാം. നമ്മളിപ്പോ നിൽക്കുന്നത് മഹാറാണി വെഡിങ് കളക്ഷൻസിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ചേച്ചി. ഇതുണ്ടല്ലോ കിഡ്സ് സെക്ഷൻ ആട്ടോ. അപ്പൊ നമ്മുടെ ഇവിടെ മഹാറാണിയുടെ 4 മഹാറാണികൾ ഇപ്പൊ 4 പെട്ടികളായിട്ട് ഇങ്ങോട്ട് വരും. ഇതിനകത്ത് ഒരു പെട്ടിയിലാണ് നമ്മുടെ വിഷ്ണു ചേട്ടൻ ചേച്ചിക്ക് വേണ്ടി ആ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളത്. ചേച്ചിക്ക് ഇതിനകത്ത് 3 പെട്ടിയെ തുറക്കാൻ പറ്റത്തുള്ളേ. 4-ൽ 3 എനിക്ക് 4-ൽ 3 തുറക്കാൻ പറ്റത്തുള്ളൂ. അതിൽ ഒരെണ്ണത്തിലാണ് നമ്മുടെ ഗിഫ്റ്റ് ഇരിക്കുന്നത്, നിധി ഇരിക്കണത്. ഇതാണ് 4 പെട്ടിയൊക്കെ ആയിട്ടല്ലേ, 4 സുന്ദരി മഹാറാണിമാരാണ്. 4 പെട്ടി ഒരുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതെ, ഇതിനകത്ത് 3 പെട്ടി ചേച്ചിക്ക് തുറക്കാൻ പറ്റത്തുള്ളൂ.
അതിനുള്ള നിധി ഉണ്ടാവാൻ ദൈവത്തിനോട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോ. ഇല്ലെങ്കിൽ ഇത് ഞാൻ തെറ്റായിട്ടാണ് തുറക്കുന്നതെങ്കിൽ വിഷ്ണുവിന്റെ ഗിഫ്റ്റ് എനിക്കില്ല. ഇല്ല, ഗെയിം നമ്മൾ തോറ്റു. 4-5 മഹാറാണിമാരും രാജാക്കന്മാരൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ തുറന്നോ? ആദ്യം തുറക്കാൻ പോണേ. ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ഇവിടുന്ന്. ഓക്കെ, അഞ്ചിതയുടെ പെട്ടിയോ തുറന്നു നോക്കാം എന്ന് വിചാരിക്കുന്നു. മുട്ടി ഓക്കെ. മുട്ടിയൊന്നും നോക്കുന്നില്ല, നോക്കാം. ഉണ്ടാവണേ മറ്റേ ഹാർട്ട് ബീറ്റ് കൊടുക്കാം അവിടെ. ഡും ഡും. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ ഗായ്സ്, ഓക്കെ, നമുക്ക് അടുത്തത് തുറക്കാം. നീ 2 പെട്ടിയും കൂടെ തുറക്കാൻ ഈ 2 പെട്ടിയും കൂടെ തുറക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇവിടെ ഹാർട്ട് ബീറ്റിന്റെ BGM ഒക്കെ കൊടുക്കാം, കുറച്ചൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. 3 പേര് എന്നെ തന്നെ നോയിക്കൊണ്ടിരിക്കണേ, ഞാൻ അത് കണക്ട്. കള്ളച്ചിരി ഒന്നും കള്ളച്ചിരി ഒന്നും ഇല്ല. ഓക്കെ ഓക്കെ, മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ജിസ്മി മോൾ ബെന്നിയുടെ പെട്ടി തുറക്കാൻ പോവാണ്. ദൈവമേ, ജിസ്മി മോൾ ഇതിലുണ്ടോ? ജിസ്മി മോള് പുറത്തുണ്ട്. വിഷ്ണു എനിക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചേക്കുന്ന ആ വലിയ ഗിഫ്റ്റ്. ഓക്കെ, തുറന്നോ? അതിലില്ല. അപ്പൊ നോടിയിൽ അടുത്തത് ഓരോ പെട്ടിയും കൂടെ തുറക്കാനുള്ള ചാൻസ് ഉള്ളേ. അക്കം മിക്കം വക്കം നോക്കിക്കോ, ആ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കോ. പണ്ടുണ്ടായിരുന്നത് മണ്ണെണ്ണക്കപ്പൽ റോഡ്. അയ്യോ, അതെനിക്കറിയണം. എനിക്ക് അക്കമിക്കം വക്കം പാറും തത്തമ്മ. അതിലൊരു ജനറേഷൻ. ഞങ്ങളുടെ ജനറേഷൻ മണ്ണെണ്ണക്കപ്പൽ റോഡിലെത്തി, റോഡിലെല്ലാം വെളിച്ചെത്തി. അതാണ് അതാക്കിക്കോ. അലീന വേണോ? നെയ്മ് എന്താ? ഗോപിക. ഗോപിക. അലീന വേണോ ഗോപിക വേണോ? ആര് വേണോ? എനിക്ക് എന്റെ ഗിഫ്റ്റ് വേണം. തുറന്നപ്പോ റെഡി? വിഷ്ണു ഏതിലാണ് പാത്ത് വെച്ചേക്കുന്നത്? ഞാൻ അവിടെ BGM കൊടുക്കാൻ വെയിറ്റ് നിൽക്കാം. ഉണ്ടെങ്കിൽ പറയണ, ഞാൻ കണ്ണടച്ച് തുറക്കാം. ഓക്കെ. കൊള്ളാല്ലേ? അയ്യോ, അങ്ങനെ നമ്മൾ നിധി കണ്ടുപിടിച്ചു. കുറെ നേരത്തെ പരിശ്രമത്തിന് ശേഷം. അച്ചോടാ, നൈസ് നൈസ്. അമ്മേ, സന്തോഷായില്ലേ? ഹാപ്പി? ഈ വിഷുവിന് എനിക്ക് കിട്ടാവുന്നതിൽ ദി ബെസ്റ്റ് ഗിഫ്റ്റ് ഇതായിരിക്കും. കാരണം എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് എനിക്ക് ഈ ടിഷ്യൂ കൾച്ചറിലുള്ള ഇങ്ങനത്തെ ഗോൾഡൻ വർക്ക് ഉള്ള സാരീസ് എന്ന് പറയുന്നത്. ലിറ്റിൽ ബ്രൈഡൽ ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ കളർ കോമ്പിനേഷനും ഭയങ്കര രസമല്ലേ? എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കളറും തീമുമാണ്. താങ്ക് യു സോ മച്ച് വിഷ്ണു. വിഷ്ണു അപ്പൊ എന്നെ ഇത്രയും ദൂരം പറഞ്ഞു വിട്ടതിന് വർത്ത് ആണ്. ലവ് യു ആൻഡ് താങ്ക് യു സോ മച്ച് മഹാറാണി തൊടുപുഴ. ഇത്ര കഷ്ടപ്പെട്ടതല്ലേ, നമുക്ക് ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. പക്ഷെ നമ്മൾ കണ്ണടച്ച് നിൽക്കുമ്പോ ഇങ്ങനെ ജീമ്പുമ്പ സാധനം വരും. ഇത് ഗിഫ്റ്റോ? പിന്നില്ലേ, അപ്പൊ അത്ര ഗിഫ്റ്റ് ഒന്നും അത്ര മേടിച്ചിരുന്ന ആളല്ലല്ലോ. അതാണ്. അപ്പൊ ഞാൻ കണ്ണ് കെട്ടാൻ പോവാ. ഇത് ഞാൻ ആർക്കും കൊടുക്കുന്നില്ല. ഐ എം കീപ്പിംഗ് ഇറ്റ് വിത്ത് മൈസെൽഫ്. ക്ലോസ് ടു ഹാർട്ട്. കണ്ണടയ്ക്കാൻ പോവാണ്. കണ്ണ് കാണുന്നില്ലല്ലേ? ഇല്ല അമ്മേ, ശ്വാസം മുട്ടിച്ച് കൊള്ളരുതേ. ഞാനാ എന്റെ അമ്മേ, ശ്വാസം മുട്ടിച്ച് കൊല്ലരുത്. കൊറേ നാളെ ഗിഫ്റ്റുകളോ? ഓക്കെ, കാണുന്നല്ലേ? ആ, ഓക്കെ. ഒന്നും കണ്ടൂടാ. ഒന്നും കണ്ടൂടാ. ഇല്ല. എന്തായിരിക്കും? എത്തിയോ? ഗിഫ്റ്റ് എത്തിയോ? ഗിഫ്റ്റ് എത്തി. ടടാ, തുറന്നോ. കണ്ടോ? ഒടുവിൽ നിങ്ങളും കൂട്ടുന്നല്ലേ എന്നൊക്കെ. കൊച്ചിയിലായിരുന്നില്ലേ? അതൊക്കെ പെട്ടെന്ന് എത്തി. ജീവിതത്തിലുണ്ടല്ലോ കുറേ അധികം പെൺപിള്ളേർ ഇങ്ങനെ വന്നു പോയിട്ടും എന്തുകൊണ്ടാണ് അവരെയൊന്നും ഭാര്യയായി പരിഗണിക്കാതിരുന്നത്? ഭാര്യയായിട്ട് പരിഗണിക്കായിരുന്നു. ആ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കിട്ടിയപ്പോ ഭാര്യയായിട്ട് പരിഗണിച്ചു. എന്താ? അല്ല, ഇങ്ങനെ വേണ്ടാത്ത ചോദ്യം ഒന്നും ചോദിക്കണ്ട. നിന്റെ ആവശ്യം ഇവിടെ ഇല്ല. നമ്മളെ ട്രോള നമുക്ക് വേറെ ഒരാളുടെ ആവശ്യമില്ല. ഒരാളുടെ ആവശ്യമില്ല. സോ താങ്ക് യു സോ മച്ച് തൊടുപുഴ മഹാറാണിക്ക്. എല്ലാവരും മസ്റ്റായിട്ട് വരണം. കാര്യം ഒരു തവണ വന്നാൽ പിന്നെ നിങ്ങളുടെ ഫാമിലിയുടെയും ഏറ്റവും ഫേവററ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ തൊടുപുഴ മഹാറാണി തന്നെയായിരിക്കും. വന്ന് കാണേണ്ട ഒരു അനുഭവം തന്നെയാണിത്. അത്രയും ഫ്ലോറലായിട്ടുള്ള ഒരു വിസ്മയമാണ്. സോ ഡു കം ആൻഡ് എൻജോയ് ദ ഷോപ്പിംഗ് വിത്ത് ഓൾ യുവർ ഫേവററ്റ് വൺസ്. സോ മൈൽ സ്റ്റോൺ മേക്കേഴ്സിനും
വിഷിംഗ് എ വെരി ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് വിഷ് യു. താങ്ക് യു. അപ്പൊ എന്തായാലും നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ ചേട്ടനും ചേച്ചിക്കും ഒരുപാട് താങ്ക്സ് ആൻഡ് ഹാപ്പി വിഷു. ഇനി വിഷു ഒക്കെ അടിച്ച് പൊളിക്ക്. സാരി ഒക്കെ ആയില്ലേ? പൊളിച്ചടക്ക് ഈ രണ്ടുപേരും. സാരി ഉടുത്തോണ്ടുള്ള ഒരു ഫോട്ടോ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതാണ്. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ് രണ്ടുപേർക്കും. ഹാപ്പി താങ്ക് യു സോ മച്ച്. ഹാപ്പി വിഷു അഡ്വാൻസ്. താങ്ക് യു സോ മച്ച്. ഐ ലവ് യു. ബൈ ബൈ. ടാറ്റ കൊടുത്തോ ചേട്ടൻ, ടാറ്റ കൊടുത്തോ. ബൈ ബൈ.